നേരത്തെ പറഞ്ഞല്ലോ ഈ വെളുത്തുരുത്തി ഉണ്ണി നായരുടെ ഒരു കേന്ദ്രം എന്ന് പറഞ്ഞ പോലെ കുന്നംകുളത്ത് എല്ലാവരും തമ്പടിക്കും, അവിടത്തേക്ക് ചുമതലക്കാരൻ എത്തുന്നു, ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക നമുക്ക് കേൾക്കാനും ഈ മനസ്സുകൊണ്ട് കാണാനും ഉള്ള എന്തോ ഒരു പ്രത്യേകതരം ഒരു ഓർമ്മ പോലെ ഇപ്പൊ തോന്നുന്നേ. ഞാനത് ഓർമ്മ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഉത്സവങ്ങളൊന്നുമില്ല. ഉത്സവങ്ങൾ കണ്ണൂർ ഭാഗത്തൊക്കെ എൻ്റെ ചെറുപ്പകാലം കണ്ണൂരാണല്ലോ, വലിയ വലിയ ഉത്സവങ്ങൾ കുറവാണ്. ചില്ലറ പരിപാടി കളികളാലും അതിന് കുറച്ച് ആൾക്കാർ സ്ഥിരക്കാരുണ്ട്. അവരൊരു അമ്പലത്തിൽ നിന്ന് പിറ്റേ അമ്പലത്തിലേക്ക് അങ്ങ് പോവുക ചെയ്യുക. വാഹനത്തിന്റെ പരിപാടി ഇല്ലല്ലോ. എന്നിട്ട് എന്നാണോ ഇത് കഴിഞ്ഞ് തിരിച്ചാണ് എത്തുക. അതേപോലെ ഒരു ഓർമ്മയാണ് ഇപ്പൊ രതീഷ് പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് ഈ കുന്നംകുളം എല്ലാവരും. അപ്പൊ ആ ഒരു മാറ്റം വന്നു. ഇപ്പോഴേ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സംവിധാനം അത് പുതുതായിട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അതിൻ്റെ ഒന്ന് പറയാൻ പറ്റും? ഇപ്പോൾ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമളുടെ അവിടേക്ക് വരാനാ പറയാം. കുന്നംകുളം കോമള ഹോട്ടല്, അതാണ് ഈ രണ്ട് കാര്യമാണ് ഫേമസ് കുന്നംകുളത്തെ. അപ്പോൾ അവിടെയാണ് ഈ വാദ്യക്കാരൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ പിന്നെ എന്താ വെച്ചാൽ സൗകര്യങ്ങളായതുകൊണ്ട് എല്ലാവരും വണ്ടി, ബൈക്കും കാറും ഉള്ളതുകൊണ്ട് പിന്നെ മൊബൈൽ സംവിധാനം വിളിച്ചു പറഞ്ഞാൽ മതി ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് എത്തുക. ഇപ്പൊ പിന്നെ അങ്ങനെയുള്ള സംവിധാനമൊന്നുമില്ല. ബസ് സ്റ്റാൻഡിൽ അവൻ വന്ന് കാത്തു നിൽക്കേണ്ട സംവിധാനമൊന്നുമില്ല. ആ പരിപാടികളിൽ ഇപ്പൊ നിലനിൽക്കുന്ന ആ പരിപാടികളെല്ലാം ഉണ്ട്. ഉണ്ണിയേട്ടന്റെ പൂരങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് ദേവസ്വം പൂരങ്ങൾ, ഇന്നും കുന്നംകുളം ഭാഗത്തെല്ലാം ഒരുവിധ ഒട്ടുമിക്ക പൂരങ്ങളും ക്ഷേത്രങ്ങളിൽ മേളം ഉണ്ണിയേട്ടൻ തന്നെയാണ് ഇപ്പോഴും. പണ്ടത്തെ നിന്ന് ഇപ്പൊ പുതിയ പൂരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പറഞ്ഞാലും. പക്ഷെ ദേവസ്വം പൂരങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ണിയേട്ടന്റെ അതിൽ തന്നെ, അതൊരു വലിയൊരു കഴിവ് തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു മാറ്റം ദേവസ്വം പൂരവും അല്ലാത്ത പൂരവും തമ്മിലുള്ള ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇത് കുന്നംകുളം തൃശ്ശൂർ ജില്ലയിലെയാണ് ഏറ്റവും കൂടുതൽ അത് കാണുന്നത്. ഇവിടെ പൂരങ്ങളാണ്. ഒരു ക്ഷേത്രത്തിന് ചുറ്റുപറ്റിയിട്ടുള്ള ആ ദേശത്തു നിന്നൊക്കെ പൂരങ്ങൾ വരും. ഇപ്പൊ 70 ആനയൊക്കെ ഉണ്ടാവും. മനസ്സിലായി. അതിൽ ഈ ദേവസ്വം പൂരം എന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ, അതുകൊണ്ടാണ് ദേവസ്വം. അതെന്താ വെച്ചാൽ എല്ലാം കഴിഞ്ഞിട്ട് കൂട്ടിയെഴുന്നള്ളിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് പഞ്ചവാദിയാവും. ദേവസ്വം മേളം. ക്ഷേത്രത്തിലെ പരിപാടിയുണ്ട്, ദേവസ്വം മേളം എന്നിങ്ങനെ പറയണമെന്ന് മാറ്റം. അപ്പൊ ഈ വരുന്ന ഘടകപൂരങ്ങളിൽ ഇല്ല അതൊന്നുമില്ല. ഇല്ല ഘടകപൂരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവരവർ ആനകളെ അമ്പലത്തിൽ നിർത്തും. ദേവസ്വം പൂരത്തിനായിട്ട് ദേവസ്വം പൂരത്തിന് വേറൊരു എന്താന്ന് വെച്ചാൽ വൃശ്ചിക മാസം മുതലേ ഇവിടെ ഈ ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ വെള്ളരി പൂജ, പാന എന്ന് പറഞ്ഞിട്ടുള്ള ചടങ്ങ് തുടങ്ങും. അപ്പോൾ അത് ധനുമാസം മകരമാത് കഴിഞ്ഞാൽ പറ തുടങ്ങും. മകരച്ചോവ് മുതൽ പറയായി. ഇങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെ നടത്തി പോവാനും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നത് ഉണ്ണിയേട്ടന് തന്നെയാണ്. അതിൻ്റെ കാര്യങ്ങൾ പണ്ട് മുതലേ ചെയ്യുന്നത്. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ അന്നൊക്കെ ഘടകപൂരങ്ങളിൽ പഞ്ചവാദിയായിരുന്നു കൂടുതൽ. അന്ന് ഞാനൊക്കെ ഇറങ്ങുമ്പോൾ വരവ് പൂരമൊക്കെ ചുരുക്കാം. ഒരു 1-2 പൂരൊക്കെ കുന്നോളം ഭാഗത്തുള്ളൂ. ചില അമ്പലങ്ങളിൽ മാത്രം വരവ് പൂര ഘടകപൂരത്തിന് മേളായിട്ടുള്ളൂ. ഇപ്പോൾ ആ സിസ്റ്റം മാറി. അത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം തന്നെയാണെന്ന് പറയണം. കാരണം ഇപ്പോൾ പഞ്ചവാദി ഇല്ല, ഒക്കെ മേളം. പിന്നെ ചിലപ്പോൾ കുറച്ച് തകിലും നാസരും ശിങ്കാരി മേളം. ഇപ്പോൾ ഈ 2-3 വർഷമായിട്ട് മേളങ്ങൾ തന്നെയാണ് എല്ലാ പൂരം. ഒരു 17 സെറ്റ് പൂരം ഘടകപൂരങ്ങളുള്ളിടത്ത് ഇപ്പോൾ ഒക്കെ മേള. അതിനനുസരിച്ച് കലാകാരന്മാർക്ക് അവസരങ്ങൾ. പിന്നെ പണ്ടും കുന്നംകുളം ഭാഗത്താണ് കലാകാരന്മാർക്ക് ഒരു ദിവസം തന്നെ കുന്നംകുളം ഭാഗത്ത് 8-10 പൂരങ്ങൾ നടക്കും. ഇവിടെയൊക്കെ ഈ ഘടകപൂരങ്ങൾക്ക് 30 ആൾ 50 ആൾ വെച്ചിട്ട് ചുരുങ്ങിയതൊരു ക്ഷേത്രത്തിൽ പൂരം നടക്കുമ്പോൾ 1000 വാദ്യക്കാർ ചുരുങ്ങിയത് ആ ക്ഷേത്രത്തിൽ എല്ലാം കൂടി ഉണ്ട്. പല സ്ഥലത്തു നിന്ന് വന്നിട്ട് 30 സെറ്റും 35 സെറ്റൊക്കെ പൂരം വരുന്ന അമ്പലങ്ങളുണ്ട്. ചുരുങ്ങിയതൊരു 15 സെറ്റ് ഉണ്ടാവും. അപ്പം അതിൽ 100 ആളുടെ മേളം ഉണ്ടാവും, 50 ആളുടെ മേളം ഉണ്ടാവും. പിന്നെ തകില്, നാസരം, ശിങ്കാരി മേളം എല്ലാം ഉണ്ടാവും. അങ്ങനെ ഇപ്പം അതൊക്കെ മാറി മേളത്തിൻ്റെ ഒരു സമയമാണ്. അങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അറിയാനുള്ള രതീഷ് ഇപ്പം അത്യാവശ്യം ഒരു തായമ്പകക്കാരൻ എന്നുള്ളൊരു നിലയിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു അറിവിലായിട്ട് ചോദിക്കുകയാണ്. എനിക്കറിയുന്ന പഴയ ഒരു തായമ്പകേൻ്റെ ചിത്രം എന്ന് പറഞ്ഞാൽ ചെതലി, രാമപൊതുവാൾ, ഈ പല്ലശന ഉള്ളവർ, അങ്ങനെയുള്ള ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ്
പല്ലാവൂരിൻ്റെ ശിവരാം പൊതുവാള്, അങ്ങനെ ഒരു കാലഘട്ടം. അപ്പം അങ്ങനത്തെ തായമ്പൊക്കെ രതീഷ് ശരിക്കും അവരെയൊക്കെ ആരെയും തായമ്പ കാണാനുള്ള നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ പല്ലാവൂരപ്പമാരുടെ തായമ്പ നേരിട്ട് കണ്ടിട്ടുണ്ട്, പിന്നെ കണ്ടിട്ടുണ്ട്. ശിവരാം പൊതുവാൾ അതൊക്കെ കണ്ടിട്ടുണ്ട്. അതിലൊരു ചിത്രം ശരിക്കും കലാമണ്ഡലത്തിലാണ്. അപ്പോൾ മാരാരുടെ തായമ്പ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കലാമണ്ഡലത്തിലെ അവാർഡ് 2000-ലോ 2001-ലോ മറ്റോ അതായിരുന്നു തോന്നുന്നു അവസാനത്തെ തായമ്പ. ലാസ്റ്റ് ആയിട്ട് നമ്മളെല്ലാരും അന്ന് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കഥകളി മേളാചാര്യ ട്രസ്റ്റിന്റെ അവാർഡ് കൊടുക്കുക. കല്ലൂരാശാനും എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉള്ള. അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഉണ്ടായിട്ടില്ല. അത് അവസാനം കണ്ടിട്ടുണ്ട്. അതും കലാമണ്ഡലത്തിൽ വന്നിട്ടും ഈ പാർക്കാടിയൊക്കെ സ്ഥിരമായിട്ട് ശിവരാം പൂക്കാട്ടി കാശാന്റെ തായമ്പ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു തായമ്പകേന്റെ ചിത്രം ശിവരാം പൊതുവാളൊക്കെ അങ്ങനെയല്ല. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ പിന്നെയുള്ള തായമ്പക്കാരാണ് എൻ്റെ അറിവില് രാമൻകുട്ടിയേട്ടൻ, രാമാശാൻ, അങ്ങനെ ശങ്കരേട്ടൻ, കല്ലേക്കുളങ്ങര, അങ്ങനെ ഒരു ഇത് അവിടെ നിന്നുള്ള തായമ്പകളൊക്കെ നല്ലോണം കണ്ടിട്ടുണ്ട്. വട്ടം പിടിക്കാനും തൊട്ട ടീം പറയാം. കൽപ്പാത്തി, ചെറുതാഴം, വരമണ്ണ, അങ്ങനെ ഒരു തലമുറ. അത് കഴിഞ്ഞ് പിന്നെ വന്നു നിതീഷ്, ശ്രീരാജ്, ശ്രീകാന്ത്, ശ്രീരാജ്, അങ്ങനെയൊക്കെ ഒരു നിര വന്നു. ഇപ്പൊ ഇതാ കുറച്ചായിട്ട് പുതിയൊരു താരോദയം വന്നിട്ടുണ്ട്. വിഷ്ണുരാജ്, ആദർശ്, അശ്വിൻ മുരളി, പിന്നെ അതുല്, ഇപ്പൊ നമ്മളെ കൃഷ്ണാസേട്ടന്റെ മോള് രഹിത, അർജുനൻ, ഒരുപാട് ഈ തായമ്പയൊക്കെ രതീഷിന്റെ മനസ്സിൽ ഇപ്പൊ നിലവിലുണ്ടോ? നമ്മൾ ആസ്വദിക്കുന്നത് തന്നെ. അപ്പൊ ഇതിന്റെ ഒരു വേരിയേഷൻ, ശരിക്കും ഒരു വ്യത്യാസം, പഴയതിന്റെ ആ ഒരു ചിത്രം. ഞാൻ പിന്നെ ഏറ്റവും പ്രായമുള്ള ആളെ തായമ്പ കേട്ടത് എന്ന് പറയുന്നത് പിന്നെ ഈ ഗുരുവായൂർ കലാലയത്തിൽ തന്നെ ഉണ്ടായ ഒരു ആവശ്യം, അദ്ദേഹത്തിന് കഴിഞ്ഞിട്ട് ഉണ്ട് നമ്മളെ അതാ ഒരു പഴയ തായമ്പയായിട്ട് എനിക്ക് ഏറ്റവും തോന്നുന്നത്. പിന്നെ നമ്മളെ നാട്ടിലുള്ള കുറച്ച് ആൾക്ക് വടക്കൻ മലബാറിൽ കുറച്ച് ആശാന്മാരുടെ തായമ്പകയാണ്. അത് പിന്നെ ഇതേപോലെ പൊടിപ്പും തൊങ്ങലൊന്നും വല്ലാണ്ടില്ലാത്ത ഒരു, നമ്മളിപ്പോൾ ഈ പഠിപ്പിക്കുന്ന പോലെ ഒരു അടിയന്തര അരങ്ങേറ്റ തായമ്പകേൻ്റെ ഒരു ഛായാചിത്രത്തിനോട് എന്തെങ്കിലും മോടി പിടിപ്പിക്കുന്ന തായമ്പകളാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പ്രായമുള്ളവർ, നമ്മളൊന്നിച്ചുള്ളവർ ചെയ്തിരുന്നത്. അന്നതിന് ഭയങ്കര പ്രസക്തിയായിരുന്നു. പിന്നെയാണ് ഇത് മോടി പിടിപ്പിച്ച് ഇങ്ങനെ. അപ്പോൾ ശരിക്ക് എന്താണ് ഇപ്പം രതീഷ് കൊട്ടുന്ന തായമ്പക, രതീഷിൻ്റെ തൊട്ട മേലെയുള്ള ബലരാമാശാൻ്റെ തായമ്പക, അത് കഴിഞ്ഞ് ശങ്കരേട്ടനുമായിട്ടുള്ള തായമ്പകേൻ്റെ ചിത്രം, ഇതൊന്നും ഇല്ലാണ്ട് ശങ്കരേട്ടൻ്റെ മക്കളായ ശ്രീകാന്ത്, ശ്രീരാജിൻ്റെയും ഒന്നും വേണ്ട, ശ്രീരാജിൻ്റെ കൈമേൽ ചെണ്ട കിട്ടിയാലുള്ള തായമ്പകേൻ്റെ ചിത്രം, അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയും. അങ്ങനെ ആധികാരികമായിട്ട് പറയാറില്ല. ഞാൻ കണ്ടിട്ടുള്ള തായമ്പക എൻ്റെ സീൻ ഇപ്പൊ നിലവിലുള്ള എൻ്റെ പ്രായത്തിൽ ഞാൻ കണ്ടുവന്നിട്ടുള്ളത് അപ്പമാരും അന്ന് കണ്ടിരുന്നു. അത് ശിവരാം പൊതുവാള്, പിന്നെ ദിവാകര പൂക്കാട്ടിരാശാന്റെ, കല്ലൂരാശാന്റെ, ശങ്കരൻ്റെ, ഇവരുടെ ത്രിബിള് കണ്ടിട്ടുണ്ട്. ദിവാകരാശാന്റെ ഒരു നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, കലാമണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്, ത്രിബിൾ ഉണ്ടായിട്ടുണ്ട്. രതീഷ് പഠിക്കുമ്പോഴാണ് അവിടെ കേരളീയം എന്തോ ഒരു പരിപാടിക്ക്, അങ്ങനെ എന്തോ ആണ് മാനവി എന്തോ ഒരു പരിപാടിക്ക് ഉണ്ടായിട്ടുണ്ട്. പൂക്കാട്ടിയുടെ പ്രമാണം രാമൻകുട്ടിയേട്ടനും ശങ്കരേട്ടനും അങ്ങനെ ഒരു ത്രിബിൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ശരിക്കും ഓർമ്മയുണ്ട് അതിന്റെ ഒരു എന്തെങ്കിലും ഒരു ഓർമ്മ? അത് അങ്ങനെ പറയാൻ പറ്റില്ല. മൂന്ന് രീതികളാണ്. ഇപ്പൊ ആശാൻ ദിവാരാശാന്റെ ഒരു രീതി, രാമൻകുട്ടി ആശാൻ, കല്ലൂരാശാൻ. ഞാൻ ചോദിച്ചതല്ല, അതും അതിന്റെ തൊട്ടിപ്പുറത്തെ ഇവരും തമ്മിൽ പിന്തുടരുന്ന ആ ഒരു രീതിക്ക് എന്തെങ്കിലും അടുപ്പുണ്ടോ, അടുപ്പില്ലേ? അല്ല, ഇപ്പോഴത്തെ തായമ്പിക അതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ശങ്കരേട്ടന്റെ ഒരു കാലം മട്ടന്നൂർ ശൈലിയാണ് ഇന്നത്തെ 90% ആൾക്കാരും പിന്തുടർന്നു വരുന്നത്. മറ്റുള്ളവരുടെ അത് രണ്ടു തരത്തിലാണ്. ഈ മട്ടന്നൂർ ആശാന്റെ ശൈലിന്ന് പിന്തുടരുന്ന ഇതല്ലാണ്ട് ഇപ്പം വേറെ ശൈലി നിലവിലുണ്ടോ? ശൈലികൾ ഇപ്പൊ ഞാൻ ചെയ്ത മട്ടന്നൂർ ആശാന്റെ ശൈലി എന്ന് പറഞ്ഞല്ലോ. അതെ, മട്ടന്നൂർ ആശാന്റേതല്ലാത്ത ശൈലി വേറെ വേണ്ടാവല്ലോ. കല്ലൂരി ശൈലി, കല്ലൂരാശാൻ ചെയ്ത കല്ലൂരി ശൈലി അതേപോലെ പോകുന്നവരെ ഉണ്ട്. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ശുഗപുരം ദിലീപേട്ടൻ, സദന രാമകൃഷ്ണേട്ടൻ, നമ്മുടെ ബലരാമാശാൻ, ഇവരൊക്കെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെയ്യുന്നവർ. ആറങ്ങോട്ടൂര് ശിവേട്ടൻ, ഗുരുവായൂർ ശശിമാരാര്, അപ്പൊ അവരൊക്കെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെയ്യുന്നവരാണ്. ഞാൻ ചോദിച്ചെന്നൊരു അതല്ല, 90% ആൾക്കാരും പിന്തുടരുന്നത് മട്ടന്നൂര് ശങ്കരേട്ടന്റെ രീതിയാണ് രതീഷ് പറയുന്നത്. അപ്പൊ ഈ 10% പിന്തുടരുന്നവർ വേറെ ഉണ്ട്.
ഓക്കെ, അത് ആരുടേതൊക്കെ ആയിരിക്കുന്നു എന്നൊന്നും പറയാൻ. അത് അങ്ങനെയല്ല, അത് അവരുടെ വ്യക്തിത്വം, സ്വന്തമായിട്ടുള്ള രീതികളാണ്. ഇപ്പൊ ഞാൻ എന്റെ രതീഷിന് ഇപ്പം പറയാൻ പറ്റുമോ ഞാൻ ഇന്നൊരു രീതിയിലേക്ക് കൂടി ഞാൻ എന്റെ രീതി സ്വന്തമായിട്ടുണ്ട്, അല്ല ഞാൻ ബലരാമാശാന്റെ ശിഷ്യനാണ്, അതുകൊണ്ട് ബലരാമാശാന്റെ കുറെ കല്ലൂരാശാന്റെ അടുത്ത് വട്ടം പിടിക്കാൻ പോയിട്ടുണ്ട്, അപ്പോൾ കല്ലൂരാശാൻ കൊട്ടുന്ന സാധനങ്ങൾ ഞാൻ കൊട്ടുന്നുണ്ട്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ഒരു തായമ്പ രീതി പറഞ്ഞാൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് ഇരിങ്ങപ്പുറം ബാബുവേട്ടൻ്റെ ആ ഒരു കണക്ക് തന്നെയാണ്. പിന്നെ ആശാൻ ബലരാമാശാന്റെ തായമ്പ കേട്ടിട്ട് അതിന് പറ്റുന്ന സാധനങ്ങൾ നമ്മുടേതായ രീതിയിലേക്ക് കൊട്ടും. കല്ലൂരാശാന്റെ ആയാലും ഇതൊക്കെ നമ്മൾ, പക്ഷെ നമ്മൾ പോകുന്നത് നമ്മുടെ ഒരു രീതിക്കാണ്. കാരണം നമ്മുടെ കൊട്ടിൻ്റെ പരിമിതികളും ഇതെല്ലാം നമുക്കറിയാവുന്നതുകൊണ്ട് മറ്റുള്ള രീതിയിലേക്ക് കടന്നിട്ടില്ല. നമ്മുടെ രീതിക്ക് തന്നെയാണ് ഞാൻ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രതീഷേ അത് പറഞ്ഞു 90% അതങ്ങനെ നിന്നോട്ട് ഒരു വാദപ്രതിവാദം. ഞാൻ പിന്നെ അത് തർക്കിക്കാത്തത് എന്താ വെച്ചാൽ ഇപ്പം മൊത്തത്തിലൊരു ചർച്ചയാണ്, ഏതാണ് ശരി ഏതാണ് ശരിയല്ല എന്നുള്ളത്. നമുക്കൊരു വാദ്യകലാകാരനായതുകൊണ്ട് ശക്തമായിട്ട് ചില വേദികൾ പറയാൻ പറ്റില്ല, പക്ഷെ ചില വേദികൾ നമുക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഏതാണോ കൂടുതൽ ആവശ്യം അതാണല്ലോ ആൾക്കാർ ആവശ്യപ്പെടുക. അപ്പം അത് കൊടുക്കുമ്പോഴാണ് ഇതിന് മൂല്യം കൂടുതൽ ഉണ്ടാവുന്നത്. എന്ന് വെച്ചിട്ട് മറ്റേതൊന്നും ശരിയല്ല എന്ന് നമ്മൾ പറയണ്ട. അല്ല, ഇത് കുഴപ്പിക്കുന്ന ചോദ്യമാണ്. പിന്നെ പൊതുവെ ഇതിലൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളാണ് ഇത് ആസ്വദിക്കുന്നത്. തീർച്ചയായിട്ടും അവരാണ് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഏത് വലിയ കലാകാരൻ, എത്ര വലിയ കലാകാരൻ, അവൻ എത്തി നിൽക്കുന്നത് ആസ്വാദകരിൽ നിന്നാണ്, ജനങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ ശങ്കരേട്ടൻ, മട്ടന്നൂർ ശൈലി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അത് പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. അത് ജനങ്ങളെ അംഗീകരിച്ചു. ഇപ്പോൾ കല്ലൂരാശാൻ 90% ആൾക്കാർ എന്തുകൊണ്ട് കല്ലൂർ ശൈലി ആശാന്റെ പാത പിന്തുടരുന്നില്ല? അപ്പം ഇത് ശങ്കരേട്ടൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും കുറച്ച് ലളിതവും കേൾക്കാനും സുഖമുള്ള ഒരു രീതി തന്നെയാണ്. ഇപ്പോൾ കല്ലൂരാശാന്റെ കൊട്ട് നന്നല്ല എൻ്റെ ഗുരുനാഥൻ, അല്ലെങ്കിൽ ആ രീതി എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെയാവാം. അപ്പൊ ബലരാമാശാന്റെ കൊട്ട് മറ്റുള്ള ആൾക്കാർ ഞാൻ ആരും ഫോളോ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇപ്പൊ കല്ലൂരാശാന്റെ ഇപ്പൊ പഠിച്ചിട്ട് ഇപ്പൊ ഡബിൾ കൊട്ടുമ്പോ ആശാന്റെ അടുത്ത് പോയിട്ട് പഠിച്ചിട്ട് കൊട്ടാന്നല്ലാണ്ട് അതെ, അതല്ലാണ്ട് ആ വഴി അങ്ങനെ കൊട്ടിയിട്ട് ആരുമില്ല. അതേപോലെ അതിനിപ്പോ നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ ആ വഴിയൊക്കെ കൃത്യമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യണ്ടെങ്കിൽ അത് അവിടെ പോയിരുന്ന് പഠിക്കുക തന്നെ തീർച്ചയായിട്ട് വേണം. ഇപ്പൊ അതിപ്പോ ഈ ശങ്കരേട്ടന്റെ ഇത് ഇപ്പൊ എല്ലാവരും കൊട്ടുന്നത്, ഇപ്പൊ അരങ്ങേറ്റം കഴിഞ്ഞ ഒരു കുട്ടി വരെ ഇപ്പൊ യൂട്യൂബ് നോക്കിയിട്ട് അത് ക്യാച്ച് ചെയ്യാൻ, ഫോളോ ചെയ്യാൻ എളുപ്പമായത് കൊണ്ടാണ്. ജനകീയമാണത്, മറ്റത് ജനകീയമല്ല. അത് ആശാന്റെ അടുത്ത് പോയാൽ മാത്രമാണ് കല്ലൂർ ആശാന്റെ ആ വഴി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബലരാമാശാന്റെ അടുത്ത് പോയാൽ മാത്രമാണ് ആശാൻ കൊട്ടുന്ന പൊടികളും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ രാമകൃഷ്ണേട്ടൻ വേറിട്ട് കൊട്ടുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഡബിൾ കൊട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ തന്നെ ആ റൂട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ശുഗപുരം ദിലീപേട്ടൻ തായമ്പകയിൽ ഒരുപാട് വ്യത്യസ്തത കൊണ്ടുവന്ന ആളാണ്. മിശ്രനടയിലും ഗണ്ഡനടയിലും എല്ലാം തായമ്പകളെ ശീലിച്ചാൽ മാത്രമേ നമുക്ക് കുണ്ടനാഴ്ച കുറേ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൊട്ടിയിട്ടുള്ള അസാധ്യ കൊട്ട. അദ്ദേഹത്തിൻ്റെ ആ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാൾക്കും പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അത് അപ്പം ഇപ്പം പുതിയ കുട്ടികളുണ്ടല്ലോ, പുതിയ കുട്ടികൾ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നതീഷ് മുതൽ ഇങ്ങോട്ടുള്ള നതീഷ്, വിഷ്ണുരാജ്, പിന്നെ അരുൺ രാജ്, അവരൊക്കെ അങ്ങനെ അരുൺ രാജ്, പിന്നെ ഇതപ്പം പിന്നെ കൊല്ലൈക്കുളങ്ങര ആദർശ്, അതുല്, ഇവരൊക്കെ സമ്പ്രദായം ഏകദേശം ഈ ശങ്കരേട്ടന്റെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അവരെല്ലാ രീതിയിലും കൊട്ടുന്നുണ്ടാവും. പക്ഷെ അവർ കൂടുതലും തെരഞ്ഞെടുക്കുന്ന ഒരു രീതി ഇതായിട്ടാണ് എനിക്ക് തോന്നിയുള്ളൂ. ഒരുവിധം തായമ്പക്കാരൊക്കെ അതിന്ന് വേറിട്ട് നിൽക്കുന്ന പനമണ്ണ ശശിയേട്ടൻ, ഗുരുവായൂർ ശശിയേട്ടൻ, ഇവരൊക്കെ അതിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നവരാണ്. നമ്മളൊരു 10% കല്ലേക്കുളങ്ങര അച്ചുവേട്ടൻ, അച്ചുവേട്ടൻ്റെ തായമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചുവേട്ടൻ്റെ തായമ്പയാണ്. അതൊരു വേണമെങ്കിൽ കല്ലേക്കുളങ്ങര ശൈലി എന്ന് പറയും. അത് വേറൊരാളും അങ്ങനെ ചെയ്യില്ല. ആ കയ്യും കോലും അത്രയും വൃത്തിയായിട്ട് അത്രയും പൊക്കിയിട്ടൊക്കെ അതിനൊരു കണക്കുണ്ട്. ഇപ്പോൾ കല്ലൂർ ആശാൻ്റെ ശൈലി അത് കല്ലൂർ ശൈലിയാണ്, ആശാൻ്റെ കണക്ക് വേറെയാണ്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. അത് വെച്ചിട്ട് ഇത് ശരിയെന്നോ അത് തെറ്റെന്നോ അങ്ങനെയല്ല. നമ്മളൊരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഒരുപാട് ചർച്ചകൾ ഇപ്പം പുതിയ വരുന്ന കുട്ടികൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നീ നേരത്തെ പറഞ്ഞ പോലെ ചെണ്ടയ്ക്ക് ഒരുപാട് ലിഖിത
നിയമങ്ങൾ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം നമ്മളോടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അതെ ഈ ഒരു വിഷയം നമ്മുടെ കുട്ടിക്കാലത്ത് ശിവദാസേട്ടന് മനസ്സിലാവും. അന്ന് 2 ശൈലി പറഞ്ഞായിരുന്നു. തൃത്താല ശൈലി, പാലക്കാട് ശൈലി, അല്ലെങ്കിൽ മലമക്കാവ് ശൈലി, പാലക്കാട് ശൈലി. ആ ഒരു ശൈലീഭേദം എന്ന് പറയാൻ എല്ലാവർക്കും വലിയ വ്യത്യാസമായിട്ട് ഒന്ന് പതിഞ്ഞു കൊട്ടുന്നു, ഒന്ന് മുറുകിയ തായമ്പക, അല്ലെങ്കിൽ പഞ്ചാരി ചെമ്പ കൊട്ടിയ മലമക്കാവ് ശൈലി, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ആ ഒരു പിന്നെ അത് പല്ലാവൂർ, ഇപ്പം ശങ്കരേട്ടൻ്റെ ശൈലിയിലേക്ക് വരുന്നതിന് മുന്നേ പല്ലാവൂർ ശൈലിയായിരുന്നു. അവർ ചെയ്തപ്പോൾ അത് പല്ലാവൂർ ശൈലി എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി ഒരു ആസ്വാദകൻ ഉള്ള നിലക്കുള്ളൊരു ചോദ്യം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പിന്നോട്ടുള്ള തായമ്പകയും കൂടി കേട്ട് ഇതായിപ്പം പുതിയ തായമ്പകയുടെ അത്യാവശ്യം ഇങ്ങനെ നേരിട്ടല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കുറച്ച് കാണുന്നതാണ്. അപ്പോൾ ഈ കാലപ്രമാണത്തിൻ്റെ വ്യത്യാസത്തിലെ പണ്ടുള്ളവർ പിന്നെ തുടങ്ങിയിരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പഴയ ആൾക്കാർ പഠിപ്പിച്ച ഒരു ചില പിന്നെ ധേം ധേം ഇങ്ങനെ തുടങ്ങുന്ന ഒരു സമ്പ്രദായമുണ്ട്. പിന്നെ ധേം ധേം ഇങ്ങനെയുണ്ട്. അതാണ് പിന്നെ ഇപ്പം മാറി മാറി ധേം ധേം ഇങ്ങനെയായത്. ഇപ്പം പുതിയ കുട്ടികൾ ആദ്യം കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ് ഇതിൽ ആസ്വാദനം കൂടുതൽ? അങ്ങനെ ഒരു തോന്നൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ രതീഷിന്? അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ആസ്വാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടും 2 തരത്തിലുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ശിവദാസേട്ടൻ കണ്ട എന്നേക്കാൾ കൂടുതൽ തായമ്പ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ അന്നുമുണ്ട് മുറുകിയ തായമ്പകളും പതിഞ്ഞ തായമ്പകളും. ഇന്നിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശങ്കരേട്ടൻ്റെ ആ ഒരു ശൈലിക്ക് ഒരു മീഡിയം കാലത്തിൽ നിന്നുകൊണ്ട് പോകുന്ന തായമ്പകളാണ്. ഇപ്പോൾ നേരെ മറിച്ച് രാമകുട്ടിയാശാൻ്റെ കല്ലൂരാശാൻ്റെ തായമ്പ പറഞ്ഞാൽ കുറച്ച് പതിഞ്ഞ തായമ്പയാണ്. പിന്നെ ഇന്നത്തെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ പണ്ടുള്ള മൊത്തത്തിൽ ന്യൂ ജനറേഷൻ്റെ മാറ്റം എല്ലാ കലകളിലും വന്നിട്ടുണ്ട്. ചെണ്ട നമ്മുടെ വിഷയമല്ല, ഏത് വിഷയത്തിലായാലും, അത് ഗാനമേള അല്ലെങ്കിൽ മറ്റുള്ള കച്ചേരികളായാലും എന്തിനായാലും എല്ലാറ്റിനും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ നിലനിൽ നമ്മുടെ ഈ തായമ്പയ്ക്കും മേളത്തിനായാലും ആസ്വാദകരുടെ ഇടയിൽ മാറ്റമുണ്ട്. മുറുകിയ തായമ്പകളോട് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് കൂടുതലൊരു അഭികാമ്യം, അവർക്ക് എൻ്റർടൈൻമെൻ്റായിട്ട് അവർക്ക് ആവശ്യം. അങ്ങനെ അടുത്തൊരു രീതിയാണ് ഇപ്പോൾ ആസ്വാദന രീതിയായിട്ട് കാണുന്നത്. ഈ രതീഷ് ഇപ്പം അത്യാവശ്യം മേളങ്ങളൊക്കെ പ്രമാണിക്കാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പം പുതിയൊരു തരംഗം വന്നിട്ടുണ്ട് ഈ തീരുകലാശത്തിൻ്റെ 5ാം കാലത്തിൻ്റെ അവസാനമൊക്കെ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇത് കുഴപ്പമില്ല, ഇപ്പോഴത്തെ തലമുറക്ക് ആവശ്യമുള്ളതാണ്, വേണ്ടതാണ് എന്നൊക്കെ. പക്ഷെ ചിലവർ പറയുന്നത് അത് പാടില്ല, അത് മോശമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ചിലവർ പറയുന്നത് എന്താ വെച്ചാൽ തീരുകലാശം എന്നുള്ളത് ഇപ്പം ചിലവർ കൊട്ടുമ്പം തീരാത്ത കലാശമായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ചെറിയ ന്യൂസ് വരുന്നുണ്ട് ഇങ്ങനെ കൊട്ടിക്കൊട്ടിയിട്ടേ. അപ്പോൾ രതീഷിൻ്റെ ഈ അവസാന ഭാഗത്തെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്? അല്ല ഈ ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ല കുഴപ്പമില്ല? അല്ല, ഇത് 2 തരത്തിലാണ്. ഒന്ന്, ഇതിപ്പോൾ ഒരു പരിയാനംപറ്റ മേളം എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ഉള്ള ഈ ജനങ്ങൾക്ക് ഇതൊരു മേളമാണ് അവർ വിചാരിച്ചിട്ടുള്ളത്. ഈ തീരുകലാശം നമ്മൾ കൊട്ടുന്ന പരിയാനംപറ്റ പൂരത്തിന് അതാണ് ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിലും ഇതിനു മുന്നേ ഇത് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കൊട്ടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ അവിടെ കൊട്ടിയുണ്ട്. കോയിൽ ഷാരിയാവിലും മാങ്കാവിലൊക്കെ അന്ന് നമ്മൾ വരുമ്പോൾ ശിവദാസേട്ടൻ്റെ അതിന് പുറമെ ശുഗപുരം ദിലീപേട്ടൻ മൂപ്പരാണത് ആദ്യമായിട്ട് ഈ ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. കൊടപ്പാറ പൂരത്ത്. പക്ഷെ അതിനു മുന്നേ കല്ലൂര് നാരായണൻകുട്ടിയാശാൻ കൊട്ടിയുണ്ടെന്ന് പറയണം. അതൊന്നും നമുക്കറിയില്ല. നമ്മളിപ്പോ ഈ ഒരു സാധനം എന്ന രീതിയിൽ എന്റെ അറിവ് ദിലീപേട്ടനാണ് ഇതിന്റെ നമ്മളെ ഭാഗത്തൊക്കെ ദിലീപേട്ടൻ തന്നെയാണ്. നമ്മുടെ ഇവിടെയും ദിലീപേട്ടൻ തന്നെയാണ്. പിന്നെ അത് മാറിപ്പോ പരിയാനംപറ്റ പൂരത്തിന്റെ അവിടുത്തെ ഏറ്റവും വലിയ വിജയം ആ ക്രൗഡാണ്. സത്യം. ആ അമ്പലം ചെറുതാണ്, ഇത്രയും ആൾക്കാർ വന്ന് അതിൻ്റെ ഉള്ളിലുള്ള ആവേശമാണ് പരിയാനംപറ്റ. അപ്പൊ ഈ തീരുകലാശം പിന്നെ അത് പ്രചാരത്തിലായി. അതിനെ അംഗീകരിക്കുന്നവരുമുണ്ട്, അംഗീകരിക്കാത്തവരുമുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ചോദിച്ചത് രതീഷ് ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കുന്നംകുളം ഭാഗത്തെ. ഇപ്പൊ കുന്നംകുളം എനിക്ക് ധൈര്യക്കുറവിന്റെ അല്ല ഞാൻ പറയണ. ഇപ്പോ പൊതുവെ മേളത്തിന് അത് ചെയ്തെങ്കിൽ മാത്രമേ ചെലവ്. കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കുമ്പോൾ പരിയാനം പറ്റും. ഇപ്പൊ ശിവദാസേട്ടനെ അറിയില്ല, കൊയിലാണ്ടി കിടക്കുന്ന ശിവദാസേട്ടൻ കുന്നോളം ഭാഗത്തേക്ക് മേളത്തിന് ഏൽപ്പിക്കുമ്പോൾ
പൊതുവെ ഈ ഭാഗത്ത്. ഇപ്പം അതും മാറി എല്ലാ അമ്പലത്തിലും ഇത് വേണമെന്നായി. അത് ചെയ്യാത്ത പക്ഷം അത് എതിർക്കുന്നവരുണ്ട്. അവർ ചെയ്യണ്ട. ഇപ്പോൾ കുട്ടേട്ടനായാലും അല്ലെങ്കിൽ അവിടുന്ന് മുതിർന്ന പ്രമാണിമാർക്കൊക്കെ ഇതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ ശങ്കരേട്ടൻ ചെയ്തിട്ടുമുണ്ട്, ശങ്കരേട്ടൻ ചെയ്യാറുമുണ്ട്, മുന്നേയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് 2 ബന്ദി മേളം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ വിക്രസ് കാണിക്കുന്ന മേളങ്ങളാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ യൂട്യൂബിൽ വന്നപ്പോഴാണ് പിന്നെ അതിലൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞപ്പോൾ ശിവദാസേട്ടൻ തീരാത്ത കലാശം പോലെയായി. കാരണം അത് ഇതിൻ്റെ സൗന്ദര്യം ഉണ്ടായിരുന്നു ഇതിന്. ഇപ്പം അതൊക്കെ മാറി, എന്തും ചെയ്യാനായി. അത് ഇതിനോട് എനിക്ക് അത്ര ഞാൻ യോജിക്കുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു, അതിനൊരു കണക്കുണ്ടായിരുന്നു. നഗരകൃതകനെ ഏറ്റി ചുരുക്കിയിട്ട് മാത്രം അതെ അതെ. പിന്നെ ഇപ്പൊ കണ്ടില്ലേ, പാട്ട് വേണം, അങ്ങനെയായിട്ടുണ്ട്. പാട്ട് വേണമെന്നായി. ഇപ്പോൾ തൃപ്പൂണിത്തുറ ഉത്സവത്തിൻ്റെ അതിൻ്റെ പഞ്ചാരിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് അത് അവർക്ക് അതാണ് ഇഷ്ടം. അതേപോലെ അതിനേക്കാൾ ആൾക്കാർക്ക് ഇഷ്ടം ഇപ്പോൾ പരിയാനം പറ്റിയാണ്. അപ്പോൾ ജനങ്ങളുടെ ആസ്വാദന രീതി തന്നെയാണത്. ഈ കലാമണ്ഡലം കഴിഞ്ഞു, പരിപാടിക്ക് പോയി തുടങ്ങി, ക്ലാസ്സുകൾ അഭ്യാസം കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയത് ഉണ്ടായിരുന്നു. ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ തന്നെ +2 സമയത്ത് ആദ്യമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് നേരെ മുമ്പിലത്തെ വീട്ടിലെ കുട്ടീനെയാണ്. തീയാടി അവരുടെ ബന്ധുവാണ്, ശ്രേയസ് പറയും. എൻ്റെ തൊട്ട് വീട്ടിലെ ഉഷേച്ചി രാജേട്ടൻ്റെ മകനാണ്. 2004 മുതൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ശിഷ്യന്മാർ ഉണ്ട്, കുട്ടി നടക്കുന്നുണ്ട്. ഉണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ പരിപാടിക്ക് വരുന്നവരൊക്കെ നമ്മുടെ കൂടുതലും നമ്മുടെ ശിഷ്യന്മാർ. രതീഷിന് ചുമതലകൾ ഒരുപാടുണ്ട്, അത്യാവശ്യം പൂരങ്ങൾ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ ജോലിക്ക് കയറിയതിന് ശേഷം നമുക്ക് അങ്ങനെ പരിപാടിക്ക് പോകാൻ പറ്റും. ജോലിക്ക് കയറിയിട്ട് എത്ര കാലം? 5ാമത്തെ വർഷം. അത് ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി. ഈ വിദ്യാലയത്തിൽ സ്ഥിരം പോസ്റ്റാണ്. ചെണ്ട. ഇവിടെ എന്തൊക്കെയാ പഠിപ്പിക്കേണ്ടത്? ഇവിടെ നമ്മുടെ സിലബസ് പ്രകാരം തായമ്പക, കേളി, മേളങ്ങള്, എല്ലാ മേളങ്ങളും വേണം. മറ്റേ ഈ അടിയന്തര കാര്യങ്ങളൊന്നും വേണ്ട, അടിയന്തര വിഷയങ്ങളില്ല, അതൊന്നുമില്ല. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുന്നേയും ഉണ്ടായിട്ടില്ല. വെച്ചാൽ ഇവിടെ ഇരുന്നിട്ടുള്ള ആൾക്കാർക്കും അരിയാശാൻ മുതലുള്ളതാണ്. ചെണ്ട പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥി ചെണ്ട മാത്രം. സബ് ഉണ്ട് അവർക്ക്. സബ് എവിടെ വാദ്യവിദ്യാലയത്തിനെ സംബന്ധിച്ച് 8 വിഷയങ്ങളാണ്. നാസരം, തവില്, അഷ്ടപതി, ചെണ്ട, മദ്ദളം, കൊമ്പ്, കുഴല്, തിമില, അങ്ങനെ 8 വിഷയമാണ് വാദ്യവിദ്യാലയത്തിലുള്ളൂ. അപ്പോൾ അതിൽ വാദ്യവിഷയം പഠിക്കുന്നവർക്ക് സബ്ബായിട്ട് ചെണ്ട പഠിക്കുന്നവർക്ക് തിമില എടുക്കാം, മദ്ദളം എടുക്കാം. അങ്ങനെ കൊമ്പ് പഠിക്കുന്നവർക്ക് പഞ്ചവായത്തിൻ്റെ ഇതെടുക്കാം. അങ്ങനെ എല്ലാവർക്കും. ഇപ്പോൾ തകില് നാസൊരു സംഗീത വിഷയം ആയതുകൊണ്ട് അവർ സെപ്പറേറ്റ്. ഇവിടെ 3 വർഷത്തെ കോഴ്സ്, ഇപ്പം 4 വർഷത്തെ കോഴ്സ്. 3 വർഷമായിരുന്നു. എത്രാമത്തെ വർഷം അരങ്ങേറ്റം കഴിക്കുക? 3-ാം വർഷം അരങ്ങേറ്റം. തായമ്പക മേളും ഉണ്ടാവാറുണ്ട്. രതീഷ് ചേർന്നിട്ട് ഇപ്പം കുട്ടികളുടെ അരങ്ങേറ്റം 3 ബാച്ച് കഴിഞ്ഞു, 4 ബാച്ച് അരങ്ങേറ്റം. കുട്ടികളെ കോഴ്സ് കഴിഞ്ഞാൽ കലാമണ്ഡലത്തിൽ പോയ കുട്ടികൾ വഴിക്ക് പോവാണോ, അല്ല എന്തെങ്കിലും സംവിധാനം? കുറെ കുട്ടികളൊക്കെ നമ്മുടെ പരിപാടിക്ക് വിളിച്ചാൽ വരും, പരിപാടിക്ക് പങ്കെടുക്കാറുണ്ട്. പിന്നെ ഇവിടുന്ന് പോകുന്ന ഞാൻ ചോദിച്ചതല്ല, ഇപ്പൊ കലാമണ്ഡലത്തിലൊക്കെ നമ്മളൊക്കെ ഇപ്പൊ കലാമണ്ഡലത്തിൽ നിന്ന് 10 കൊല്ലം 5 കൊല്ലം 6 കൊല്ലം 7 കൊല്ലം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കലാമണ്ഡലത്തിന് യാതൊരു വിധ ഉത്തരവാദിത്വമില്ല. പിന്നെ നമ്മളെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾക്കായി. അത് ഇവിടെ അങ്ങനെ തന്നെയാണ്. അതാ ഞാൻ ചോദിക്കുന്നത്. കോഴ്സ് കഴിഞ്ഞാൽ അവരുടെ ഇത് കഴിഞ്ഞു, പിന്നെ അവരുടേതായിട്ടുള്ള വഴിക്ക് സ്വന്തമായിട്ടുള്ള വഴികൾ തിരഞ്ഞെടുത്തിട്ട് അതിലൂടെ പോകുക എന്നുള്ളത് തന്നെയാണ്. ഇവിടുത്തെ ക്ലാസിന്റെ സമയമൊക്കെ എങ്ങനെയാണ്? നമ്മളെ കലാമണ്ഡലത്തിൽ എങ്ങനെയാ വെച്ചാൽ, ഞാൻ പഠിക്കുമ്പോൾ ഡിപ്ലോമയാണ്. രാവിലെ 4:30 തുടങ്ങിയാൽ തിരുന്നവരെ കൊട്ടുന്നാള് കൊട്ടന്നെ, കളിക്കുന്ന ആള് കളിക്കുന്ന തന്നെ. പിന്നെ സ്കൂൾ വന്നപ്പോഴാണ് ഉച്ചയ്ക്ക് ശേഷം ഇതായത്, അങ്ങനെയൊക്കെ ആയത്. ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ദേവസ്വത്തിന്റെ കീഴില് 8 വിഷയങ്ങൾ പഠിപ്പിക്കുക പറഞ്ഞല്ലോ. ഓരോ ഇയറിലും ഇപ്പം 3 കുട്ടികളെ വെച്ചിട്ട് എടുക്കുക. 4 വർഷത്തിന് ഒരു വിഷയത്തിന് 4 വർഷത്തെ കോഴ്സാണ്. അത് പിന്നെ ഫീസ് അടയ്ക്കണോ? ഇല്ലില്ല, ഇവിടെ എല്ലാം ഫ്രീയാ. 9ാം ക്ലാസ്സിലേക്കാണ് അഡ്മിഷൻ. 9, 10, +1, +2 ദേവസ്വത്തിന് തന്നെ ശ്രീകൃഷ്ണ സ്കൂളിൽ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കാലത്ത് 5 മണി മുതൽ. അപ്പൊ ഈ +1-നും അലോട്ട്മെന്റ് ഒന്നും വേണ്ട. അത് മാനേജ്മെന്റ് കോട്ടയിൽ ഇവിടുത്തെ പഠിക്കുന്ന കുട്ടികൾക്ക് മുൻഗണന ഉണ്ട്. അവർക്ക് മാനേജ്മെന്റ് കോട്ടയിൽ 24 കുട്ടികളുണ്ട്, അതുണ്ടാവും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 രൂപ സ്റ്റൈപ്പൻഡ് അത് അവരുടെ അക്കൗണ്ടിൽ കിട്ടും. മറ്റുള്ള സ്ഥാപനത്തിൽ അതിൽ നിന്ന് ഹോസ്റ്റൽ ഫീസോ
ഫുഡിനൊന്നും വേണ്ട. നമുക്കൊന്നും കിട്ടിയിരുന്നില്ല. അല്ല, അതാ പറഞ്ഞേ, നമ്മുടെ സ്റ്റൈപ്പൻഡ് നമുക്ക് തരില്ല. നമ്മുടെ അത് ഭക്ഷണത്തിലേക്ക് ഹോസ്റ്റൽ ഫീസ്. ഇവിടെ അങ്ങനെയല്ല. ഇത് 1000 രൂപ ആ കുട്ടികളുടെ പേരിൽ എല്ലാം കഴിഞ്ഞിട്ട് 1000 ഉറുപ്പ്യ ഒരു കൊല്ലം കുട്ടിക്ക് 10000 ഉറുപ്പ്യ, 4 കൊല്ലം 40,000 ഉറുപ്പ്യ കുട്ടിയുടെ അക്കൗണ്ടിൽ ഉണ്ടാവും. അതെടുക്കാം, അത് അവർക്ക് എടുക്കാം. പിന്നെ ഓണത്തിന് ബോണസ് ഉണ്ട് കുട്ടികൾക്ക്, ചെറിയൊരു അലവൻസ് ഉണ്ട്. പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ലേശം ഒച്ചത്തിൽ പറഞ്ഞോ, കലാമണ്ഡലത്തിലെ കുട്ടികൾ കേട്ടിട്ട് അവർക്ക് ഇത് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാൻ പറ്റുമെങ്കിൽ ഒരു സൗകര്യം. അത് രണ്ട് തരത്തിലാണ്. ഇത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഇവിടെ എന്താ വെച്ചാൽ പിന്നെ ഉപകരണം എന്താണോ പഠിക്കുന്നത് ആ ഉപകരണം വാങ്ങാനുള്ള പൈസ ആ കുട്ടിക്ക് കിട്ടും. പരീക്ഷ പാസ്സായ കൊല്ലത്തിൽ പരീക്ഷയുണ്ടോ? അല്ല, കൊല്ലത്തിൽ പരീക്ഷ ഉണ്ട്. പക്ഷെ പബ്ലിക് പരീക്ഷ 4ാം വർഷത്തില് പുറത്തുനിന്ന് നമ്മൾ പഠിത്ത് കലാമണ്ഡലത്തിലൊക്കെ ചെയ്യണ പോലെ പുറത്തുനിന്നൊരു എക്സ്പെർട്ട് വന്നിട്ട് ചെണ്ടയുടെ പൈസ തരും. അതേപോലെ സർട്ടിഫിക്കറ്റ് മദ്ദളം എല്ലാ 8 വിഷയം എന്താണോ പഠിച്ച് പാസ്സായാൽ തൊഴിലുപകരണം വാങ്ങിക്കാനുള്ള ദേവസ്വത്തിൽ നിന്നുണ്ട്. പിന്നെ 4 നേരം ഭക്ഷണം, കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് പിന്നെ ഭഗവാന്റെ ചോറാണ് അവിടെ നിന്ന് തൊഴാൻ. അത് അവർക്ക് അതിനുള്ള സമയങ്ങളുണ്ട്. പാസ് ഉണ്ടോ? അല്ല, അവർക്ക് ID കാർഡ് കുട്ടികൾക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. ആ സമയത്ത് പോയിട്ട് തൊഴാം. അതിനുള്ള കാര്യങ്ങൾ. പിന്നെ ഉത്സവം വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇടുതുടി ഡ്യൂട്ടി, അമ്പലത്തിൽ ഭഗവാനെ സേവിക്കാനുള്ള അവസരമുണ്ട്. ഇടുതുടി ഇവിടെ ഒരു അടിയന്തര വിഷയത്തിൽ ഇടുതുടി തീരാണെന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഉത്സവകാലത്ത് കുട്ടികൾക്കാണ്. അത് അങ്ങനെയുള്ള ഭഗവാനെ സേവിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. രതീഷ് താമസം ഇവിടെ തന്നെയാണോ? അല്ല, ഞാൻ ഡെയിലി വീട്ടിൽ റൂമോ കോട്ടേഴ്സ് ഇല്ല, ഞാൻ വീട്ടിൽ പോയി വരിക, ബൈക്കിൽ പോയിട്ട് വരികയാണ്. അപ്പം നമ്മൾ ഏകദേശം ഒരു വിധം സംസാരിച്ച് എത്തിയിരിക്കുന്നത്. കുടുംബം ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് മഞ്ഞുമ്മൽ നിന്നാണ്, എറണാകുളം കളമശ്ശേരി മഞ്ഞുമ്മൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ്. പാർവതി ഭാര്യ, ഒരു മോള് വൈക. ഇല്ല, B.Ed കഴിഞ്ഞതാണ്, ജോലിയൊന്നും ആയിട്ടില്ല. പിന്നെ അമ്മ, അച്ഛൻ മരിച്ചു. B.Ed കഴിഞ്ഞ വൈഫ് B.Ed കഴിഞ്ഞതാണ്, ജോലിയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇവിടെ ശ്രമിച്ചാൽ കുറേയൊക്കെ ശ്രമിച്ചു. പിന്നെ എക്സ്പീരിയൻസ് വേണമല്ലോ എല്ലായിടത്തും, എവിടെയെങ്കിലും കിട്ടിയാലല്ലേ എക്സ്പീരിയൻസ് ആവുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. കുട്ടികൾ 2 ഒരു മോള് വൈക, ഇപ്പോൾ 4ാം ക്ലാസ്സിൽ. പിന്നെ അമ്മ ഞങ്ങൾ വീട്ടിൽ. പിന്നെ എനിക്കൊരു അല്ലാതെ എനിക്ക് ചേച്ചിയാ, രമ്യ എന്ന് പറയും, കൈപ്പറമ്പിലാണ്, ഇവിടുന്ന് അടുത്ത് തന്നെ. അവർക്കൊരു മോള്. തറവാട്ടിൽ തന്നെ താമസം? അല്ല, വേറെ വീട് വെച്ച്? ഇല്ല, വീട്ടിൽ തന്നെ. അമ്മ ഒന്നിച്ചു. പെങ്ങൾക്കൊരു മോള് ദേവിക. അളിയൻ കോഫി ഹൗസിലാണ്, ഉണ്ണികൃഷ്ണൻ. അങ്ങനെ. രതീഷ് കേരളത്തിന് പുറത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ട്? കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ മദ്രാസ്, കോയമ്പത്തൂർ, ബോംബെ ഒക്കെ പുറത്ത്. ഇന്ത്യക്ക് പുറത്ത് കൊറിയ, പിന്നെ സൗദി, ദുബായ്, അങ്ങനെയൊക്കെ പോയിട്ട് 4-5 രാഷ്ട്രങ്ങൾ പോയിട്ടുണ്ട്. എന്തൊക്കെയാ പുരസ്കാരങ്ങളൊക്കെ? പുരസ്കാരങ്ങളെന്ന് പറയാനല്ലോ, നമുക്ക് പറ്റുള്ള കുറെ കമ്മിറ്റി സ്ഥലത്തുനിന്നും ആദരവ് അങ്ങനെ പല സ്ഥലത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. വരുന്ന വഴിയിൽ ഇനി ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടട്ടെ ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും. രതീഷിനെ കുറിച്ച് കുറേയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഉണ്ണീഷാശാൻ്റെ ഈ പുതിയതും പഴയതുമായ കലാകാരന്മാരെ ഈ വാദ്യലോകത്തും എല്ലായിടത്തും പരിചയപ്പെടുത്താനുള്ള ഒരു പുതിയ സംവിധാനത്തിൽ വന്ന് എല്ലാവർക്കും നമ്മളുടെ കൊട്ടിൻ്റെ വ്യത്യാസങ്ങളും നമ്മൾ പഠിച്ച കഷ്ടപ്പാടുകളും ഇത്രയെത്തിയ കാര്യങ്ങളൊക്കെ പറയുന്ന ഈ പരിപാടിയിൽ നമ്മൾ പങ്കെടുത്തത് തന്നെ നമ്മളെ ഭാഗ്യമാണ്. ഇപ്പോൾ രതീഷ് വന്ന് പറഞ്ഞ പോലെ കുന്നംകുളത്തുനിന്ന് വന്ന് ഉദിച്ചുയർന്ന് ഒരു അത്യാവശ്യം തിരക്കേടില്ലാത്ത നിലയിലെത്തി. ഈ ആശാന്മാരൊക്കെ ആയിട്ടിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കലാമണ്ഡലത്തിൽ? ഞാൻ വിളിക്കാറുണ്ട്, ഇടയ്ക്ക് പോയി കാണാറുണ്ട്. പിന്നെ രാജാശമ്പടെ അടുത്തായതുകൊണ്ട് ഇടയ്ക്ക് കാണും. എന്തായാലും സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ വാദ്യലോകത്തിന് സംഭാവന ചെയ്തത് നന്ദി, നമസ്കാരം. ആയിക്കോട്ടെ. എനിക്കും ഇങ്ങനെ ഈ ഒരു ഉണ്ണീഷണാശാൻ്റെ ഈ കളിമേള സഞ്ചാരം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അവസരം എനിക്കും അല്ലെങ്കിൽ അതിലെന്നെ കൂടെ ചേർത്തതിന് ഉണ്ണികൃഷ്ണാശാനോടും
എന്നെ ഇൻ്റർവ്യൂ ചെയ്ത എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ശിവദാസേട്ടനോടും എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.